CPIഎമ്മിനെ പിടിച്ചുലച്ച കത്ത് വിവാദത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. മകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ മറുപടി. ആരോപണം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക്കും തോന്നിയാസങ്ങൾ വാർത്തയായി ആഘോഷിക്കുന്നത് പരിതാപകരമെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. ഗാർഹിക പീഡനത്തിന് പ്രതി ചേർക്കപ്പെട്ടയാളാണ് പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് എന്ന് മുൻ ഭാര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. 2023 മുഹമ്മദ് ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ബിസിനസ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായപ്പോൾ രാജേഷ് കൃഷ്ണ ഭീഷണി സ്വരത്തിൽ ഷർഷാദിനോട് പറഞ്ഞെന്ന് പറയുന്ന കാര്യങ്ങളാണ് ആരോപണ സ്വഭാവത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്നിവരുടെ ബിനാമിയാണ് താനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് രാജേഷ് കൃഷ്ണ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ നേതാക്കളെ പണം കൈകാര്യം ചെയ്യുന്ന കെയർടേക്കറാണെന്നും രാജേഷ് അവകാശപ്പെട്ടതായും പരാതിയിൽ പറയുന്നുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്കിലെ വായ്പാടവും മുടങ്ങിയ പ്രശ്നത്തിൽ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബാങ്ക് അധികൃതരെ വിളിച്ചെന്നും പരാതിയിൽ പറയുന്നു. ആരോപണം പാർട്ടിയെ പിടിച്ചുലയ്ക്കുമ്പോഴും ചോദ്യങ്ങളെ നേരിടാതെ ഒഴിഞ്ഞു മാറുകയാണ് CPIM നേതൃത്വം. ഇമാതിരിയുള്ള അസംബന്ധങ്ങൾക്ക് ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ആരോപണങ്ങളെ അസംബന്ധമെന്ന് പറഞ്ഞ് തള്ളുന്ന MV ഗോവിന്ദന്റെ മറുപടിയുമായി പരാതിക്കാരൻ രംഗത്തെത്തി. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. ഷർഷാദിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ ആക്ഷേപം എന്തോ ബിനാമി നിക്ഷേപമുണ്ടെന്നുള്ളതാണ്. അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞെങ്കിൽ വിടത്തില്ല കേട്ടോ. ചോർന്നു എന്ന് പറയുന്ന വിവാദക്കത്ത് കഴിഞ്ഞ 4 വർഷമായി വാട്സാപ്പിൽ കറങ്ങുന്നതാണെന്ന് മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. നിർണായകമായ തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെ നേതൃത്വത്തെ പ്രതികൂട്ടിലാക്കുന്ന പരാതി പുറത്തുവന്നതിന് പിന്നിൽ പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് സംശയങ്ങൾ ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം.